Hey guys, welcome to a beautiful evening in the life of life of Karthik Surya. ഇന്ന് ഷൂട്ട് ഒരു 5:45 കഴിഞ്ഞ ഗൈസ്. ഇവര് പെട്ടെന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, പുതിയ സ്റ്റുഡിയോയുടെ സെറ്റപ്പ് ഒന്നും പുതിയ സെറ്റിന്റെ സെറ്റ് ഒന്നും പ്രോപ്പറായിട്ട് റെഡിയാക്കാനുള്ള സമയം കിട്ടില്ല ഗൈസ്. പക്ഷേ ടിനി ടോം ഏട്ടനും പക്രു ചേട്ടനും കൂടെ നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാ ഗൈസ് പറ്റില്ല എന്ന് അവരുടെ അടുത്തൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഗൈസ്, ഇന്ന് ഷൂട്ട് തീർന്നിട്ട് നമുക്ക് രാത്രി എടുക്കാൻ ചേട്ടാ, ഓടി വായോ എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് എൻ്റെ ബ്രെയിനിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പിൻ്റെ കാര്യം അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവിൻ്റെ അടുത്തും അർജുൻ്റെ അടുത്തും. അപ്പോൾ അവരത് സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇന്ന് അവിടെ ഷൂട്ടിന് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബിബിൻ ബ്രോയുടെ പുതിയ പടം കൂടലിൻ്റെ ഓഡിയോ ലോഞ്ചോ അതോ എന്തോ ഒരു പരിപാടി ഇവിടെ ഒബ്രോൺ മോളിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം, അവിടെ ഒന്ന് ചെന്ന് അവരെ കണ്ട് ഒന്ന് സോഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് നേരെ കമ്പനി പടിയിലോട്ട് പോകണം നമ്മുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇത്രയും നേരവും ബമ്പർച്ചിരിയിൽ ഷൂട്ടായിരുന്നു ഗൈസ്. സോ ഇറ്റ് ഹാസ് ബീൻ എ ബിസി ഡേ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിസിയർ ഹാഫ് ബാക്കി ദിവസം. ഈ ഇംഗ്ലീഷിൻ്റെ കാര്യം ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. സന്ദീപ് ഇല്ലാത്തതിൻ്റെ ക്ഷീണം ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. അവൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ അവൻ പഠിക്കത്തുമില്ല. ഇങ്ങനെ ഉള്ള ബിസി ടൈമിലാണ് ഞാൻ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഗസ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്തിരുന്ന് മൊബൈലിൽ ചുരണ്ടിയും ഐപാഡ് എടുത്തിട്ടുമാണ്. അപ്പോൾ അത് ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് വഴി കണ്ടുപിടിക്കാം. എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ സ്റ്റാർബക്സിൽ എങ്ങാനും കയറി ഒരു കോഫിയും കുടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ചെറിയൊരു ക്ഷീണം പോലെ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് സ്റ്റാർബക്സിലേക്ക് പോകാം. കുട്ടി എടുത്തോണ്ട് ഡേയ്, എന്നടാ നീ കാർ ഓട്ടിക്കാൻ പഠിക്കണത്? ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇത് എന്നടാ പറയാ. 2 മാസത്തിനുള്ളിൽ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഓക്കെ, ഞാൻ കോൺഫിഡന്റ് എടുക്കാൻ ഇപ്പൊ കോൺഫിഡന്റ് ഉണ്ട്. ആ ഒറ്റക്കാണെങ്കിൽ അത് അത്ര കോൺഫിഡൻസ് ഒരു പതിയെ ഇതിൽ പോകാൻ. പക്ഷെ കൂടുതലാണ് വന്നിട്ട് എന്താന്നറിയാൻ എന്റെ കയ്യിൽ നിന്ന് നീ നല്ലതായിട്ട് പണി കേട്ടോ. കാരണം അത് അത്യാവശ്യമാണോ നമുക്ക്. ഞാനത് അനിയത്തി ഇപ്പൊ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് അപ്പൊ പിന്നെ സ്വന്തം വണ്ടിയല്ല, എന്ത് പറ്റി ആർക്കും നോക്കാനൊന്നുമില്ല. അതാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇനി സ്റ്റാർബക്സിൽ പോയി കോഫി കുടിച്ചിട്ട് ബിബിൻ ബ്രോയുടെ പരിപാടി ട്രെയിലർ ലോഞ്ച് ആണോ ഓഡിയോ ലോഞ്ച് അല്ലേ? കറക്റ്റ് ഞാൻ പറഞ്ഞു, ഓഡിയോ ലോഞ്ച്. അപ്പം ആദ്യം സ്റ്റാർബക്സ്. നല്ലൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു ഉറക്കം കണ്ടുള്ള ഒരു ചെറിയൊരു കിക്കും കൂടെ കിട്ടും ഗൈസ്. ഒരു കോൾഡ് കോഫി വിത്തൗട്ട് ഷുഗർ പോരട്ടെ. മീഡിയം കിട്ടുമല്ലോ. ഗ്രാൻഡ് ഓക്കെ, അത് നിറച്ച് കിട്ടുമോ? ഓക്കെ, അത് വരട്ടെ. പിന്നെ ഒരു അണ്ടിപ്പരിപ്പ് നിനക്ക് വേണോ? വേണ്ട. ഓക്കെ ഗൈസ്, എപ്പോൾ ഇവിടെ വന്നാൽ ഈ കപ്പൊക്കെ ഇരിക്കണം ഞാൻ കാണും കേട്ടാ. നമുക്ക് ഒരു മഗ് വാങ്ങിച്ചാലാടാ കുടിക്കാനായിട്ട് കോഫി. അത് കാണാനില്ല. ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരെണ്ണം നോക്കാം. ഇതെങ്ങനെയുണ്ട്? ഇത് പിടിച്ചാടാ, തുറക്കൂലേ? ഇത് കൊള്ളാല്ലേ. ഇത് ചൂട് നിൽക്കുമെന്നോണല്ലേ. ഇതൊരെണ്ണം മേടിച്ചാലോ? ഓക്കെ അല്ലേ? അത് വേണ്ട, അത് ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ അല്ലാത്തൊരെണ്ണം നോക്കാം. സ്ട്രോ ഒക്കെ ഉണ്ട് അതിനകത്ത് ഇൻബിൽട്ടായിട്ട്. ഇത് കൊള്ളാല്ലേ. ഇതാകുമ്പം കഴുകാൻ കുറച്ച് എളുപ്പമായിരിക്കും എന്നാണ് അല്ലേ? സ്ട്രോ മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം, അടച്ചും വെക്കാം. അപ്പോൾ ഇനി ഇതൊരെണ്ണം മേടിക്കാന്നാ. എത്ര രൂപടാ ഇതിന്? മുതുക്ക് കപ്പാണ് കേട്ടോ. ചൈനയിലുണ്ടാക്കിയതാണ്. വില കൊടുത്തിട്ടില്ല. വില കാണണമല്ലോ. 2400 രൂപയെ. ഓക്കെ, കപ്പ് വേണ്ട. നിങ്ങളുടെ കോഫി കൊണ്ട് ഞങ്ങൾ പൊക്കോളാം. പേപ്പർ കപ്പി കുടിച്ചാൽ എനിക്കൊരു വിഷമവും ഇല്ല. നിങ്ങളുടെ കവർ കണ്ട് എൻ്റെ കിളി പോയടാ. മറ്റേ അടപ്പല്ല എന്തിനായിരുന്നടാ? ഫ്ലാസ്ക് കണ്ടിട്ട്. ഡേർ ടു ഡ്രീം വന്ന് സബ്സ്ക്രൈബറാ. നീയാണ് എഴുതിയത്. അടി ഹൈഫൈ. നീ മേടിച്ചോ? എന്തായാലും ഇരിക്കുന്നു. 60 ഏടോ. താങ്ക് യു കേട്ടോ. സ്റ്റാർബക്സിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം. അതിന്റെ വില കണ്ടപ്പം വന്ന പേടി ഇപ്പൊ മാറി. ഓക്കെ, താങ്ക് യു കേട്ടോ. നമുക്ക് പോയിട്ട് കുടിക്കണോ കുടിച്ചിട്ട് പോണോ? കുടിച്ചിട്ട് പോവാ. നിനക്കെന്തിനു വേണോ? വേണ്ടേ? ഞാൻ കുടിക്കട്ടെ കേസ്. പഞ്ചസാര ഇല്ലാതെ ഇതിന് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അല്ലടാ, അത് പഞ്ചസാര ഇല്ലാത്തതല്ലേ. അത് ബേസിക്കലി കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് പഞ്ചസാര വാരി തട്ടി കുടിക്കുന്നതല്ല. ഫോറിനേഴ്സൊക്കെ മറ്റേ വെറും കോഫി ആണ് കുടിക്കുന്നത്. അതേ കണക്കാണിത്. ഇത് ഐസ്ഡ് ലാറ്റെ ആണോടാ ഇങ്ങനെ ഇരിക്കും. ഇത് പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് കോഫിയുടെ കയ്പ്പ് കാണും.
ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കൊന്നും സാധനം കുറച്ച് നേരത്തേക്ക് വരില്ല. പൂരം വണ്ടിയും കഴിക്കാം. എന്താ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരി നല്ല നല്ല അണ്ടിപ്പരിപ്പാണ് ഇവിടെ കിട്ടുന്നത്. കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബീംബ്രോയുടെ പരിപാടിക്ക് പോവാം. 150 രൂപ അണ്ടിപ്പരിപ്പിനും 365 രൂപ കോഫിക്കുമാണ് ഗൈസ്. ഓ, കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്കൊന്നും തോന്നണില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കിക്കിനായിക്കോളും. ഓക്കെ, ഇനി ബീംബ്രോയുടെ അങ്ങോട്ട്. ഭീംറോയെ കാണാൻ പോയി എന്തിനാണ് ചിരിക്കണമെന്നല്ല നിങ്ങൾ ആലോചിക്കണത്. ഒബ്രോൺ മോളിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഒരു നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞ. സുഹൃത്തുക്കളെ, എന്റെ ഐഫോൺ ഞാൻ സ്റ്റാർബക്സിൽ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ ഇപ്പൊ തിരിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാഞ്ഞ് പെട്ടെന്ന് പോയി എടുക്കാം. കിട്ടിയാടാ. ഓ എന്റെ പൊന്നടാവേ. അതും പിന്നെ ഒരു കോൾഡ് ബ്രൂ എക്സ്ട്രാ ഞാൻ വാങ്ങിയെടുത്ത് അതിന്റെ പൈസയും കൊടുത്തില്ലായിരുന്നു. നാരായണൻകുട്ടി എവിടെയാടാ എന്റെ ശ്രദ്ധ. ഇന്ന് കുറച്ച് നമുക്ക് വർക്ക് ഓവർലോഡ് ആയിപ്പോയി. കാരണം ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മള് അതെ സെറ്റാക്കിയതാണ്. അപ്പൊ അതിന്റെ ഒരു വെപ്രാളാണ് ഈ വ്ളോഗിൽ മൊത്തത്തിൽ. ഞാൻ ഒരു വെപ്രാളം ഫീൽ വരികയാണെങ്കിൽ ഇതെന്റെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വെപ്രാളം ഫീൽ വരുന്നത്. ഓക്കെ, ആദ്യം പോയി ബിബിംബ്രോയുടെ അവിടെ ചെന്ന് ഇനിയിപ്പോ ഈ ദൂരം അത്രയും തിരിച്ചു പോകണം അല്ലേടാ. ഓക്കെ, പോയി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് കമ്പനിപ്പടിയിലോട്ട് വിടാം. ഈ ട്രാഫിക്കിന്റെ ഇടയിൽ അങ്ങ് എത്തുവോടാ നമ്മള്. പക്രച്ചേന്റെ അടുത്ത് ഞാൻ ചേട്ടാ 8:45 എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 7:45. അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പടയെന്നും പറഞ്ഞ് ഇവിടെ കയറാം ആദ്യം. ഓക്കെ ഗൈസ്, പരിപാടിക്ക് എത്തിയപ്പോ മഞ്ജു ചേച്ചി എത്തി. ആണാ, ബിന്ദു വരുന്നുണ്ടോ? ഇത് ആരാ ഇത്? പടമൊക്കെ സെറ്റായിട്ട് പോയില്ലേ ബ്രോ? അതെ. ചേച്ചി ഇവിടെ എന്താ പരിപാടി? നമുക്ക് ഓഡിയോ ലോഞ്ച്. നീ പറഞ്ഞു തെറ്റിച്ചടാ എന്നെ. ഓഡിയോ ലോഞ്ചാണ്. ആണോ? ആ ഓക്കെ. ആ എടുക്കാലോ മക്കളെ. ഹായ് ചേച്ചി. ബിംബ്രോ വന്നില്ലെന്നിവിടെ. താഴെ ആയിരിക്കും. ഒരു പയ്യൻ മുഖം കാണിക്കാതെ നിൽപ്പുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് വരാം. ഗൈസ്, ബൈ ദ ബൈ, ഇത് ആരാണെന്ന് നോക്കണേ. ഇതാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഡയറക്ടർ ബിൻഡോ. ഹലോ ബിൻഡോ ബ്രോ. ഹലോ. പടം പൊളിച്ചില്ലേ? പടം പൊളിച്ച് നന്നായി പോകുന്നു. ഭയങ്കര ഹാപ്പി. ആദ്യം ബ്രോഡ്കാസ്റ്റ് ചെയ്തത് കാർത്തിക്. അതെ അതെ അതെ, നല്ല രാശിയായിരുന്നു. അവിടെ നിന്ന് തകർത്ത്. അത് അതെ, എല്ലാവർക്കും രാശിയായിരുന്നു ചേച്ചി ആ പോഡ്കാസ്റ്റ് എടുത്തത് ചേച്ചി. ദിലീപ് ഏട്ടനും പടം നല്ലതായിട്ട് പോയി. അങ്ങനെ ഇല്ലാന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചേച്ചി? മറവി എനിക്ക് ചേച്ചി ഇപ്പൊ പറഞ്ഞ വഴിക്ക് ഫോൺ സ്റ്റാർബക്സ് വെച്ച് മറന്നുപോയി. ചേച്ചി എങ്ങനെ കണ്ട? അല്ല, അത് ഐപാഡ്. ഇതിപ്പോ പറഞ്ഞ വഴിക്ക് സ്റ്റാർബക്സ് ഐഫോൺ മറന്നുപോയി. ചേച്ചി അത് മനഃപൂർവ്വം അല്ലേ? സത്യമായിട്ട് മനഃപൂർവ്വം അല്ലേ ചേച്ചി? കൂട്ടുകാരന്റെ കല്യാണം നീ മറന്നു. പിന്നെ അല്ല, അത് മറന്നല്ല, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പാലക്കാട് വരെ പോയി ബ്രോ. കല്യാണം തീർന്ന ഒരു ദിവസം കഴിഞ്ഞിട്ട്. ഓ ജ്യൂസാ? ആ കാണും. എന്തേടാ ഒരു ജ്യൂസോ എന്തെങ്കിലും. എന്നാലും ബിബിബ്രോ നമ്മളെ പോസ്റ്റാക്കി സുഹൃത്തുക്കളെ. 7:30 എന്ന് പറഞ്ഞ് ഞങ്ങളെ ചതിച്ചു. ഇവിടെയാണ് കേസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഭയങ്കര പാട്ട്. കേൾക്കാവോ എന്നോ നിങ്ങൾക്ക് ഞാൻ പറയണ എന്തെങ്കിലും? എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു. മെറീന. ഓ ഇവിടെ ഉണ്ടാ? ഞങ്ങളെ പോസ്റ്റാക്കി നിങ്ങൾ. നല്ല ഡ്രസ്, ഗ്രാൻഡ് ആയിട്ടുണ്ട് ചേച്ചി. ബിംബ്രോന്റെ ഡ്രസ് കണ്ട? ഹലോ ഗുലേബക്കാവലി, സുഖമാണോ? സിംഗം സിംഗം ആ സിംഗം സിംഗമാണ് സുഹൃത്തുക്കളെ. സിംഗം ഫുൾ ഓൺ ഫുൾ തിരക്കുകളാണ്. ഇതാരാ? അതാരാ ബ്രോ? ഓ ചെവി കേൾക്കാൻ പോയ. ഓ ഭയങ്കര പാളം. ചേച്ചി എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ ഇരുന്നോ ചേച്ചി? മക്കളെ സുഖമാണോടാ? വല്ലോ കേക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബ്രോ ടീസർ ലോഞ്ച് ആണ് മറ്റേ ഓഡിയോ ലോഞ്ച് ആണ്? ടീസർ ലോഞ്ച്. അങ്കിളിനെ അറിയാവോ? ആരാ അങ്കിള്? അങ്കിളുടെ പേരെന്താ? കാർത്തിക് അങ്കിള്. കാർത്തിക് അങ്കിള്. ഇനി മറക്കുവോ?
ഇല്ല പഠിപ്പിച്ചു കൊടുത്തേച്ചി എന്റെ പേര് ഇതാരാ ഞാൻ ഈടായിട്ട് പോകുന്നിടത്തെല്ലാം ഭയങ്കര നോയ്സ് ആണ് കേസ്. വ്ളോഗിൽ കയറാം. ഹായ് പറ വ്ളോഗിന്റെ അടുത്ത്. ഹായ് വ്ളോഗ്. മോളത്തെ പഠിക്കുക 5 1 ഒന്നിൽ പഠിക്കുകയാണോ? ഓ ഞാൻ ഇന്റർവ്യൂ എടുക്കട്ടെ. 1 എന്തൊക്കെ ഉണ്ട് വിശേഷം? അങ്ങനെയൊന്നും ഇല്ലല്ലേ. അച്ഛൻ എങ്ങനെ? അച്ഛൻ കലിപ്പനാണോ? വീട്ടിൽ വഴക്കൊക്കെ പറയുമോ? എക്സ്ക്ലൂസീവ് അടിക്കാം. വഴക്ക് പറയൂ. എന്തിനാ വഴക്ക് പറയണേ? വെറുതെ ആണോ? ഓ ഇവ എന്നെ ചെവിയാക്കാൻ സമ്മതിക്കൂല. ഞാൻ കുറച്ച് കഴിയട്ടെ. ഓക്കെ ഇത് നിങ്ങൾ നേരത്തെ കേട്ടാന്ന് പറഞ്ഞൂടാ. അതുകൊണ്ട് ഇത് ബിബിൻ ബ്രോയുടെ മോള്, ഇത് മെറീന മത്സരത്തി. ബിബിൻ ബ്രോയുടെ കൂടൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓഡിയോ അല്ല, ടീസർ ലോഞ്ചിൽ. ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോണേന്ന്. ചേച്ചി ക്യാപ്ഷൻ കൊടുക്കാം. മഞ്ജു ചേച്ചിയുടെ ടാറ്റു നോക്കുന്ന ബിബിൻ ജോർജിന്റെ മോളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മക്കളെ ചേച്ചി അവളുടെ അടുത്ത് ചോദിക്കുക ചേച്ചി അച്ഛൻ കലിപ്പാണോ? അതെ അതാണ്. ഒന്നുമില്ല ആണല്ലേ. ഓക്കെ ഓക്കെ കിട്ടി എന്തായാലും അവസാനം. എന്തൊരു ഡൗട്ടി? ഓ ഇത് ബിബിൻബ്രോയുടെ ഫോണാണോ? നൻപൻ നൻപൻ നൻപി നൻപിയാണെന്ന്. ബിബിൻ ബ്രോയുടെ ഫോണിലെ വാൾപേപ്പർ നോക്കിയാണ് ചേച്ചി. മഞ്ജു ചേച്ചിയെ വിളിച്ചു എന്നെയാണോ വിളിക്കാൻ പോകുന്നത്? ചാനലിലൂടെ നിരവധി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ടവരായി മാറിയ കാർത്തിക് സൂര്യ. എല്ലാവരുടെയും ചങ്കടിപ്പുമായ കാർത്തിക് സൂര്യയെ ഞാൻ കുട്ടീനെ കൊടുത്തിട്ട് പോവാം. ഇത് പിടിച്ചാടാം. അല്ല നമ്മൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അവര് വിളിച്ചു, നമ്മൾ നിൽക്കുന്നു. അതെ നമ്മൾ ബിബിൻ ബ്രോയുടെ പടത്തിന് കട്ട സപ്പോർട്ടാണ് ഗൈസ്. ബിബിൻ ബ്രോയുടെ പടം നമ്മളൊരു വമ്പിച്ച വിജയമാണ്. അതെ അത്രേ ഉള്ളൂ. വേണ്ടേക്കണേ ഗൈസ്. ബിബിൻ ബ്രോ ടീസർ ലോഞ്ച് ആവാൻ പോവുകയാണ്. കൂടൽ അതാണ് പടം. പോസ്റ്റർ കൊള്ളാല്ലേ ചേച്ചി? ബിബിൻ ബ്രോ എന്തോ ചോദിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ തുടങ്ങി ടീസർ. ഏതൊരു നല്ല നിമിഷത്തിൽ ഈ കൂടലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞ് ഏതൊക്കെയോ നാടുകളിൽ നിന്ന് വന്നു ചേർന്ന നിങ്ങളൊക്കെ ഈ സമയം മുതൽ ഒരു കുടുംബമാവുകയാണ്. ഇന്നത്തെ ഓർമ്മകളാവണം നാളെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഊർജ്ജം. സെറ്റല്ലേ? എല്ലാം സെറ്റാണ് അച്ഛനെ. ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിഞ്ഞാലും പിരിയാൻ പറ്റാത്ത ഒരു ബോണ്ട് നമ്മുടെ മറ്റേ അല്ലേ വ്ളോഗൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നമില്ല. ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. ഹിന്ദി വൈബ്. നിങ്ങളടുത്ത് നിന്ന് വ്ളോഗ് ചെയ്യുമ്പോഴേ വ്ളോഗർമാരെ എല്ലായിടത്തും പൊങ്കാലയിട്ട് നിങ്ങളടുത്ത് വ്ളോഗിൽ കൊണ്ടുവന്നു. കോമഡി നോക്കണേ. കൊള്ളാല്ലേ? ടീച്ചർ കൊള്ളാം. ആ ചേച്ചിയെ വിളിച്ച സുഹൃത്തുക്കളെ നല്ല കൊള്ളാം ഗൈസ്. നല്ല ടീച്ചർ ബ്രോ കൊള്ളാം. സെറ്റ്. ഞാൻ ഒരു ട്രെയിലർ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. ടീച്ചർ റിയാക്ഷൻ സെറ്റ് ആക്കാം. ഹലോ സുഖമാണോ? എടാ ഒന്നും കേട്ടൂടെ ഇവര് പറയണ കാരണം. എടാ അടിപൊളിയായിരുന്നു കേട്ടോ ടീച്ചർ. സെറ്റ് കണ്ണൊക്കെ നിറയണം. നല്ലൊരു ടീച്ചറായിരുന്നു കേസ്. ഇത് ഒരുപാട് സ്റ്റാർസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഒരുപാട് ആക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഓ കൂടും ഗൈസ്. എല്ലാരും കൂടെ കൂടുന്നതാണ് കഥ. കൂടാറുണ്ടോ നീ കൂട്ടുകാരികളൊക്കെ ആയിട്ട്? ഹലോ സുഖമാണോ? അയ്യോ എനിക്കറിയാം അതെന്നെ ടോക്കാണ്. ഷാഫി ഗൈസ് അതിന്റെ വ്ളോഗ് ഒരു ഹായ് കൊടുക്കുമോ?
ഏതൊരു നല്ല നിമിഷത്തിൽ ഈ കൂടുതലിനെ കുറിച്ച് എവിടെ നിന്നോ അറിഞ്ഞു ഏതൊക്കെയോ ഞങ്ങള് ടീസർ ഒന്നുകൂടെ ഈ കണ്ടിട്ട് സമയം മുതൽ ചേച്ചി ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരട്ടെ മാമൻ. ഷൂട്ടുണ്ട്, ഷൂട്ട് മക്രു ചേട്ടനായിട്ട്. മാമച്ചിക്ക് ഒരു ഉമ്മ തരുമോ? പോയിട്ട് വരാമേ. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, എന്നെയോ? ആര്? മതിയോ? മതിയോ? എന്നാ വർത്താനം കൂടെ പറഞ്ഞിട്ടിറങ്ങാം. എന്താ മോളെ പേര് മറന്നിട്ടില്ലല്ലേ? മെഡിക്ക് മെഡിക്ക്. എനിക്കിതിനെ ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര നല്ല മോളാ. ഓക്കെ, ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ. ഞാൻ പതുക്കെ ഇറങ്ങട്ടാ. ചേച്ചിനെ നിന്നെ അടുത്ത് വിളിച്ച് എന്നാ ഓക്കെ. എനിക്കറിയാം എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെന്നുള്ളത്. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും ആശംസകൾ. ഞാൻ കളിക്കാറല്ലേ ബിബിൻ ബ്രോ മരിച്ചു കിടന്നതിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുക. ഒരു ദിവസം പോലും പ്രൊമോഷൻ ചെയ്യാത്തതായിട്ടില്ല. നമുക്ക് ഞാനിവിടെ സ്റ്റേജിൽ രണ്ട് വാക്ക് പറഞ്ഞിട്ട് വരാം. അടുത്തിരിക്കുന്ന ആരാ? ദുൽഖർ സൽമാനാണോ? അപ്പോ ഒരു സിനിമ ഇപ്പൊ ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്നു. ഇപ്പോൾ നിങ്ങൾ കൈയടിച്ച ഈ കൈയടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഓരോ സിനിമയുടെയും വിജയം എന്ന് പറയുന്നത്. ഇവിടുന്ന് കൈയടിച്ച് തുടങ്ങണം. ഈ കൂടുതലിന്റെ സിനിമ തിയേറ്ററിൽ വരുമ്പോഴും നിങ്ങളെല്ലാം കൂടെ കൂടി ഒരു കൂടുതലായിട്ട് ഈ സിനിമ വിജയിപ്പിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രോത്സാഹനവുമാണ് ഓരോ സിനിമയുടെയും വിജയം എന്ന് പറയുന്നത്. ഞാനിന്ന് ഇവിടെ വന്നത് ബുദ്ധിമുട്ടിന് വേണ്ടിയാണ്. ബിബി ഒരു ഗുഡ് സോളാണ്, ഒരു നല്ല മനുഷ്യനാണ്. ബിബിയെ ഞാൻ തീർച്ചയായിട്ടും ഒരു ചിരി ബമ്പർസിരിയുടെ ഫ്ലോറിൽ വന്നാണ് ഞാൻ ബിബിയായിട്ട് കൂടുതൽ അടുക്കുന്നത്. ബിബിക്ക് സത്യത്തിൽ എന്നെ പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര ചാണയെന്ന് വിചാരിച്ചില്ല. അതിപ്പോഴും പേടിയാണ് ചേച്ചി. അവിടെ ആ സൈഡിൽ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാനല്ലേ കാണണം. ഇങ്ങനെയാണ് ഇരിക്കണം. പിന്നെ ഓഫ്കോഴ്സ് ഒന്നുമില്ല, ഇത്രയും നാളെ ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടിരുന്നു. ഇപ്പൊ ബിബി അതെ, ഷെയർ ചെയ്യാൻ അത്രേ ഉള്ളൂ. ഇടത്തെ കൈക്ക് എക്സ്ട്രാ മസിലായിരിക്കും. നോക്കിയോ? സോ ബിബിന്റെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ്. ആ ടെൻഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ താരങ്ങളെ കണ്ടു, കുറച്ച് ഫോട്ടോസ് എടുത്തു, നിങ്ങൾ പോയി. പക്ഷേ ഇതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് ഈ സിനിമയുടെ പുറകിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്ന പ്രോത്സാഹനം ഈ സിനിമയുടെ പുറകിലും ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. പിന്നെ ബിബി, നിന്റെ മോളെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മിക്കവാറും അവൾ എന്റെ കൂടെ വേണ്ട കൊണ്ടുപോക്കോന്നൊക്കെ. ഒരു ചിരിയിലെ മക്കൾക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോ മഞ്ജുപിള്ളയാന്ന് പറഞ്ഞു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ക്രൂ, ഡയറക്ടർ ഷാഫി ആൻഡ് ഷാനു, പ്രൊഡ്യൂസർ ജിതിൻ, നമ്മുടെ പപ്പ ഇവിടെ പിന്നെ മ്യൂസിക് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടു, സിബു. അടിപൊളി മ്യൂസിക്കാണ്. ബിബി അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട്, സൂപ്പർബായിട്ട് പാടി വെച്ചിട്ടുണ്ട്, നല്ല മ്യൂസിക്കാണ്. പിന്നെ ഈ പിക്ചറും ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം എനിക്ക് പറഞ്ഞാലും മതിയാവില്ല. പ്രത്യേകിച്ച് ബിബിയും കൂടെ ആയതുകൊണ്ടായിരിക്കും. ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവരും കാണുക. നോർത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എല്ലാവരും എത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ക്രൂ. മെറീന ഇങ്ങനെ വിളിക്കുക, പേര് എനിക്ക് എടുത്തറിയില്ല. മെറീന ആണെങ്കിൽ വർഷങ്ങളായിട്ട് അറിയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. ഓബ്രോൺ മോളിൽ കൂടിയ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ഉറങ്ങുന്ന ഒരു ചേച്ചി സുഖമാണോ എല്ലാവർക്കും? കുഴപ്പമില്ല, എനർജി വരുത്താം നമുക്ക്. കൂടൽ എന്ന് പറഞ്ഞ പടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ബിബിൻ ബ്രോയുടെ വായെന്നാണ്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇതുവരെ കൂടലെന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. കാരണം ദിവസവും ബിബിൻ ബ്രോ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിനകത്ത് വന്ന് കൂടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോ ബിബിൻ ബ്രോ എവിടെയാ?
എടാ ഞാൻ ഒരു ഷൂട്ടില്ല, അപ്പൊ എന്ത് ഷൂട്ടാ ബ്രോ? ഞാൻ ഒരു 46 പെൺകുട്ടികളുടെ കൂടെ കാലടിയില് 46 പെണ്ണു നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണോ പോയത്? എനിക്ക് നല്ല സംശയമുണ്ടത്. അപ്പോ അത്രയ്ക്കും മാത്രം എല്ലാ ദിവസവും ഒരു പ്രൊമോഷനെങ്കിലും മിനിമം ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഇപ്പൊ നമ്മുടെ ഒരു ഗോൾഡൻ ഏജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഉള്ള ആക്ടേഴ്സ് തന്നെ ഇപ്പൊ പെർഫോമൻസ് വേറെ ലെവലിൽ കൊണ്ടുപോയി വെച്ചേക്കാണ്. അത് മാത്രം അല്ലാതെ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കളർഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിലെ ഒരു വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പേജ് ആവട്ടെ കൂടൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഓഹ് ഒരു വിധം അതും കഴിഞ്ഞ് വണ്ടിക്കകത്ത് കയറി. ചേച്ചി ഞാൻ ഹോളിഡേ ഇന്നിന്റെ അവിടെ ഇറക്കി തരാം ചേച്ചി. ടക്കനെ പോ, 2 മിനിറ്റ് ഹോളിഡേ. ആ ഓക്കെ ശ്രദ്ധിക്കാം ചേച്ചി. നല്ല ഒരു പടമായിരിക്കും ഒരു വാംത്തൊക്കെ ഉള്ള ഒരു മൂവി ആയിരിക്കും. അത് തിരക്കില്ലാതെ പോകും കേട്ടോ. എന്ന് വെച്ചാല് കുറച്ച് കുറച്ച് ഈ ഫാമിലി ഇമോഷൻസ്, ഫ്രണ്ട്സിന്റെ ഇമോഷൻസ് തേട്ടിയോ? നമ്മൾ ഇട്ടില്ലടാ പാർക്കിങ്ങിന് ഇവിടെ. നമ്മൾ വളയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു. 30 എടുക്കണോ അല്ലേ ചേച്ചി? ഗൂഗിൾ പ്ലേ ചെയ്തിട്ട് വരാം. ചേച്ചി ഇത് പറഞ്ഞോ, ഞാൻ ഇത് കൊടുക്കാം. ചേച്ചി ചേച്ചിയുടെ വ്ളോഗിങ് സ്കിൽസ് കാണിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അല്ല അപ്പൊ ഫോക്കസ് വേണ്ടേ ചേച്ചി? ഞാനിത് എവിടെ നോക്കണം അറിയത്തില്ലടാ ചേച്ചി. ലെൻസ് നോക്കിയാ ഞാൻ ആക്ച്വലി എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷ തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ട് ഫ്രണ്ട്സിന്റെ. ഞാൻ ഇന്നാൾ എവിടെ കണ്ടു ഇത്, അതായത് അതാണോന്ന് എനിക്കറിയില്ല. എനിക്കത് റീല് കണ്ടപ്പോ ഐ മീൻ ടീസർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ടേ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് അവരൊരു 2-3 ദിവസം അങ്ങനെ നിന്നിട്ട് പിന്നെ അവര് പിരിയുന്ന ഒരു സാധനം. അവര് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്ന് കണ്ടു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ചേച്ചി ഇപ്പം. അതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം. എങ്ങനെയുണ്ട് ചേച്ചി വ്ളോഗ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? അയ്യോ ഞാൻ ഇരുട്ടത്തായി പോയി. ചേച്ചിയുടെ ഫേസ് ടച്ച് ചെയ്താൽ മതി. അതെ ഞാൻ ഫേസ് ടച്ച് ചെയ്തു, പക്ഷെ ഇരുട്ട. അപ്പൊ എന്തായാലും എന്റെ ആദ്യത്തെ വ്ളോഗ് നന്നായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്യാമറമാൻ കാർത്തികിനോടൊപ്പം റിപ്പോർട്ടർ മഞ്ജു പിള്ള. ചേച്ചി കൊണ്ടാക്കിട്ടെ ഗൈസ്, നമ്മൾ പതുക്കെ കമ്പനി പടിയിലോട്ട് പോട്ടെ. ഓക്കെ ഞാൻ വരാം ഗൈസ്, ഞാൻ വരാം. പോണ വഴിക്ക് പ്രിപ്പയറും ചെയ്യാം. ഈ രാത്രി കൊച്ചിയിലൂടെ വണ്ടി ഓട്ടിക്കുന്നത് എത്തിയാ? അമ്പോ എവിടെ വണ്ടി കിടക്കുകയാണോ? വണ്ടിയിലാണോ? ചേട്ടാ ഹലോ. ഓ ഒത്തിരി നേരം കേട്ടോ എത്തിയിട്ട്. കുറച്ചേരായി നമുക്ക് കേറാം. ഓ സോറി കേട്ടോ. ഒരു ഓക്കെ സെറ്റ്. അയ്യോ അവര് നേരത്തെ എത്തി. എനിക്ക് ഇഷ്ടമല്ല ഈ ലേറ്റ് ആവണ പരിപാടി. അമ്പോ എടാ എന്തായി? എന്റെ മോനെ എടാ വൈബ് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയോലെ ഫീൽ ചെയ്യണം കേട്ടോടാ. ഇല്ലേ കൊള്ളാം. ഇത് പഴയ സാധനം അല്ലേ? ഓക്കെ സമയം കിട്ടിയില്ല. ഇത് ഭയങ്കര ഷോർട്ട് നോട്ടീസ് ആയിപ്പോയടാ. നമ്മളാ മറ്റേ പഴയ ഓറഞ്ച് തീം മാറ്റിയിട്ട് എന്റെ ഒരു വൈബിലെ മൂഡ് ഞാൻ പിടിച്ചേക്കാണ്. ഇത് വീഡിയോയിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കണ്ടിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എടാ അവര് താഴെ എത്തിയേട്ടാ, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാടാ. ഓക്കെ ഓക്കെ തൽക്കാലം ഇപ്പൊ ഉള്ളതെല്ലാം സെറ്റാക്ക്, നമുക്ക് ഗ്രാൻഡ് ആക്കാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, പുറത്ത് ഭീകര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര മഴ കേട്ടോ. അവരെല്ലാം എത്തി. ഇത് ടിനിച്ചേട്ടന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു, അത് പക്രുച്ചേട്ടന്റെ വണ്ടി, അത് ഇങ്ങനെ പ്രൊഡ്യൂസറിന്റെ ആദ്യ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇവരുടെ മൂവി 916 കുഞ്ഞൂട്ടൻ, അപ്പൊ അത് ലോഞ്ചായി. അപ്പൊ അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇതുപോലുള്ള പേഴ്സണാലിറ്റീസിനെയൊക്കെ നമുക്കൊന്ന് കിട്ടുക സംസാരിക്കാനായിട്ട്. ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. മറ്റേ നമ്മൾ സ്റ്റാർബക്സ് എന്ന് വാങ്ങിയ കോഫി ഇല്ലേടാ, ഭയങ്കര വായിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ അത് ഐസ്ഡ് ലാറ്റെ എന്ന് പറഞ്ഞ ലാറ്റ അല്ല, ഐസ്ഡ് മോക്കെ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇത് ആക്ച്വലി നല്ല രസമുണ്ട്. ഇത് ഒരു ടീക്ക് വുഡ് ഫിനിഷാണ് ഈ ഭാഗം. ഇത് മഹാഗണി വുഡ് ഫിനിഷാണ്.
ലോഗോ തൽക്കാലം നമ്മൾ മാറ്റിയിട്ടില്ല. പിന്നെ 2 സൈഡിലും കർട്ടൻ ഇട്ട്. ഈ കർട്ടന്റെ നീളം കൂടി പോയല്ലേടാ. ഇത് എപ്പോ അടിച്ചു കിട്ടിയാ? ഇതിപ്പോ ഒരു അരമണിക്കൂർ ആയില്ല, 15 മിനിറ്റ് ആയുള്ളൂ സാധനം കിട്ടിയിട്ടല്ലേ. പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായി നീളം കൂടിപ്പോ. അത് കുറയാം നമുക്ക്. പക്ഷെ ഇത് എടാ എങ്ങനെ ഉണ്ടോ കുട്ടി? ഒരു മറ്റേതാണ് നിനക്ക്? എനിക്ക് ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിട്ട് ഇത് തോന്നുന്നുണ്ട്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വൈറ്റ് കളർ നമ്മൾ കുറച്ചുകൂടെ എറിച്ചിരിക്കും ഗൈസ്. പിന്നെ വേറെ വെടിയും സാധനം ഇതെന്നാടാ ഇത്? ഇതെന്താടാ ഇത്? എന്താണെന്ന് പറയടാ. റോഡിന്റെ പോഡ്കാസ്റ്റർ ഓഡിയോ റെക്കോർഡർ. ഓ, റോഡിന്റെ ഓഡിയോ റെക്കോർഡർ അല്ലേ? ഇതെന്താ കുറെ കളർഫുൾ സാധനങ്ങളൊക്കെ? നമ്മളിങ്ങനെ ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കോമഡി പറഞ്ഞു അങ്ങനെ വല്ലോ അടിക്കുകയാണെങ്കിൽ വല്ല ടിങ്ങാ ടുങ്ങാ എന്റെ പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ എന്ത് സൗണ്ട് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. എത്ര മൈക്രോർ കൊടുക്കാം അതിനകത്ത്? ഇത് നമുക്ക് 4 ഇൻപുട്ട് വയർലെസ് മൈക്ക് വരെ കണക്ട് ചെയ്യാം. ആണല്ലേ? വയർലെസ് മൈക്കിന്റെ ഇൻപുട്ട് ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് വഴി ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ കുറെ കാര്യങ്ങൾ. നേരത്തെ ഇരുന്നതിനേക്കാളും ബെറ്റർ ആണല്ലേ? അതിൽ ഭയങ്കര ഇത് 80,000 രൂപ സാധനം ആണല്ലേ? എന്ത് കൂടോ? കൂടിന്റെ വിലയോ? വയ്യേടാനൊക്കെ അതിന്റെ ഒപ്പം കിട്ടില്ല. ആണോ? നമ്മുടെ ആപ്പിളിന്റെ മുത്തച്ഛനായിട്ട് വരും. റോഡല്ലേ? എനിക്ക് എന്റെ ഡ്രീം പോഡ്കാസ്റ്റ് മൈക്ക് എന്ന് പറഞ്ഞാൽ ഷുവറിന്റെ മൈക്കാണ് ഗൈസ്. അതാണ് ജോ റോഗനൊക്കെ യൂസ് ചെയ്യുന്ന മൈക്ക്. ഓ, നല്ല രസമുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ആ മൈക്ക് വെച്ച് ഇരിക്കണമെന്നാണ്. എടാ ഹെഡ്ഫോൺ എത്തിയാടാ? ഹെഡ്ഫോൺ എവിടെ എത്തിയൊന്ന് ഇങ്ങോട്ടാണ് കൊറിയർ അയച്ചേക്കണേ. അല്ല അത് അയ്യോ ഗൈസ്, ഹെഡ്ഫോൺസൂടെ വെച്ചാലേ പോഡ്കാസ്റ്റിന്റെ ഫീൽ കംപ്ലീറ്റ് ആവുള്ളൂ. അത് വന്നിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത്. അയ്യോ, ഞാൻ കണക്ട് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. അടുത്ത പോഡ്കാസ്റ്റിന് ഹെഡ്ഫോൺസൂടെ കാണും. ഗൈസ്, കോരിച്ചൊഴിയണ മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോരിച്ചൊഴിയണ മഴ കേട്ടാ. സിനിമയിലൊക്കെ സീൻ കണക്കൊക്കെ തോന്നണം എനിക്ക് പക്രുചേട്ടൻ വരുമ്പോൾ. പരിമിതമായ സമയത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എടുത്ത് ഗൈസ്. പക്രുചേട്ടന് നാളെ, പക്രുചേട്ടനല്ല അത് മാറി, പോഡ്കാസ്റ്റിലൂടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി സുഹൃത്തുക്കളെ. അജിച്ചേട്ടന് നാളെ ഷൂട്ടുണ്ട്, എനിക്കും നാളെ ഷൂട്ടുണ്ട്. അതൊക്കെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളിത് ചെയ്യണത്. അപ്പൊ ചെയ്യുന്നതിനിടയ്ക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂവിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ലാഗാവോ, മാക്സിമം പെട്ടെന്ന് ചുരുക്കി പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിന്റെ അവിടുത്തെ ഇരിപ്പ് കണ്ടപ്പോ ശരിക്കും മയിൽക്കുറ്റിയിൽ ഇരിക്കുന്ന പോലെ ഒരു ഇതുമില്ലാതെ ചുമ്മാ കൂടായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമുക്കും യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യം പറയാ, തുറന്നു പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നല്ല തോന്നി. ശരിക്കും പറഞ്ഞാല് ഞങ്ങളെ വിളിച്ചു വരുത്തി കാർത്തിക് സൂര്യ കുറച്ച് വാചകങ്ങൾ അടിച്ചു. അതിന് ഞങ്ങൾ തിരിച്ചതിന്റെ മറുപടികളൊക്കെ പറയുന്നു. നമ്മൾ സന്തോഷമായിട്ടൊരു ഈവനിങ് കൂടിയ ഒരു ഫീൽ അല്ലേ? പിന്നെ ഇതിനിടയിൽ ഭയങ്കരമായ ഉപമകളും പിന്നെ ഭയങ്കരമായ കുറെ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ച ടിനി ടോമിന് പ്രത്യേകം. ഞാൻ നമ്മള് തുടങ്ങിയത് ഒരു സ്റ്റേജിൽ നിന്ന് തുടങ്ങി, പിന്നെ റേഡിയോ കയറി ടിവിയിൽ അവതരിപ്പിച്ചു, അതിനുശേഷം പിന്നെ ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ 916 കുഞ്ഞൂട്ടനിലെ പ്രധാന വേഷം, അതായത് നല്ല ഗംഭീര വേഷം ചെയ്ത് ഫൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു നടൻ ഇവിടെയുണ്ട്. അത് രാകേഷ് സുബ്രഹ്മണ്യാണ്. ക്യാമറ അങ്ങോട്ട് തിരിച്ച് അതായിരിക്കും. ഹലോ, നമസ്കാരം ബ്രോ. അടുത്തോട്ട് വരൂ. ദൂരെ ഇത് സൂം ഇല്ലാത്ത ലെൻസാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ സൂം ആവണം. കൂട്ടുവന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. നമ്മള് സ്റ്റേജിൽ നിന്ന് തുടങ്ങി, പിന്നെ റേഡിയോയിലേക്ക് പോയി, റേഡിയോയില് നാടകം അവതരിപ്പിച്ചു, അതിനുശേഷം മിനി സ്ക്രീനിൽ അവതരിപ്പിച്ചു, പിന്നെ സിനിമയിൽ വന്നു, അതിനുശേഷം യൂട്യൂബ് ചാനൽസിന്റെ കാലഘട്ടമായിട്ടിരിക്കുന്നു. പുതിയ ഒരു ഏരിയയാണ് പോഡ്കാസ്റ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആദ്യത്തെ ഭാഗ്യം വിർജിൻ പോഡ്കാസ്റ്റ് ഞങ്ങളുടെ. അത് എടുക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് പോഡ്കാസ്റ്റിലോട്ട്. ചേട്ടാ ഇനിയും വരാം. നമുക്ക് കാർത്തിക് സൂര്യ ഞങ്ങളെ പോഡ്കാസ്റ്റിൽ പെടുത്തി. ഇല്ല ചേട്ടാ, ഇല്ല. അപ്പോ ഇനി ഞങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ ചേട്ടാ. പിന്നെ ഞങ്ങളുടെ ഈ സെറ്റിന്റെ ഇനോഗ്രേഷൻ നിങ്ങളാണ്. ഇതല്ല ആദ്യമായിട്ടിരിക്കുന്ന 2 ഗസ്റ്റ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇനി ഇതില് ഒരുപാട് ആൾക്കാരെ ഇതേപോലെ തന്നെ ഒരുപാട് ഗംഭീര അനുഭവങ്ങളും അതുപോലെ തന്നെ സിനിമാ വിശേഷങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും. ഇതിനങ്ങനെ അതിർവരമ്പുകളൊന്നും ഇല്ലല്ലോ, എന്തും പറയാം. എല്ലാ വിഷയങ്ങളെ പറ്റി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ സെറ്റിൽ ഉണ്ടാവട്ടെ. ഞങ്ങളെ രണ്ടുപേരുടെയും ആശംസകൾ. തുടരും എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ ആ കാറിൽ ഒരുപാട് പേരെ പതിഞ്ഞിട്ടുള്ളതാണ്. തുടരും, ഇത് വീണ്ടും തുടരും. അപ്പൊ ഗൈസ്, ഇനി ഞാൻ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് വരാം. പക്രു ചേട്ടാ, അജി ചേട്ടാ, ടിനി ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ എൻ്റെ വലിയൊരു ആഗ്രഹം ഇന്ന് സഫലീകരിച്ചു. താങ്ക് യു. ഞാൻ ഭയങ്കര ഹാപ്പി ഗൈസ്. ഞാൻ വരാം. എങ്ങനെ ഉണ്ടായിരുന്നു പോഡ്കാസ്റ്റ്? അതൊന്നുമില്ല. കാർത്തിക സോങ് പാടിയപ്പോഴത്തേക്ക്
കൂടെ പകർച്ചേട്ടൻ അസിസ്റ്റന്റ്. അയ്യോ അത് ടിനിച്ചേട്ടൻ പറഞ്ഞ് ഞാൻ പാടിയതാണ് കേസ്. അയ്യോ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് എന്താ പാട്ട് വീണ്ടും പൊങ്ങി വരണത്. പക്ഷേ രസമായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞല്ലോ, കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പല കാര്യങ്ങളും എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, പരിമിതമായ സമയം. ദെയർസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ദെയർസ് ദ നെക്സ്റ്റ് ടൈം അല്ലേടാ കുട്ടി? പക്ഷേ എനിക്ക് ഈ സെറ്റ് ഇഷ്ടപ്പെട്ടാ. നമ്മുടെ സെലക്ഷൻ തീരെ മോശമായിട്ടില്ല ഗൈസ്. ലോഗോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാറുണ്ട്. പിന്നെ ഈ ചുമരിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് വരുമ്പോ സെറ്റ് ആവും അല്ലേടാ? മെമ്മറി കാർഡൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം സെറ്റാണ്. പക്ക ബാക്കപ്പ് ഇട്ട് ഡബിൾ കാർഡ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇനി ഇറങ്ങട്ടെ ഗൈസ്. ആ കോഫി കുടിച്ചോണ്ടാണെന്നുകൊണ്ട് എനിക്കിപ്പോൾ ഉറക്കമൊന്നും പറയണില്ല. ഞാൻ ഭയങ്കര എനർജി ഇടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്. അയ്യോ അത് പോഡ്കാസ്റ്റ് ചെയ്തൊരു നിന്നിടയിൽ പക്രുചേട്ടൻ മറ്റേ മൂവിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അറിയാതെ ഈ കോഫി എടുത്ത് സിപ്പ് ചെയ്ത് നോക്കി. ഇങ്ങനത്തെ എക്സ്പ്രഷൻ വന്ന് പക്രുചേട്ടൻ നീ ഞാൻ പറയണ കേട്ടിട്ട് അതിനോടാ എക്സ്പ്രഷൻ ഇട്ട്. അല്ല ചേട്ടാ മഫിയ 3 ഇത് ഈ കോഫി സ്റ്റാർബക്സിന്റെ കോഫി. അതെ നന്നായിരുന്നു. ഓക്കെ, ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. എന്തെങ്കിലും ഇവിടെ കഴിച്ചിട്ട് ഞാൻ റൂമിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ബൈ ബൈ, ഞങ്ങൾ ഇറങ്ങുകയാണ്. സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. രാവിലെ എഴുന്നേറ്റിട്ടാണ് ഈ ഔട്ടർ എടുക്കുന്നത്. അത് ചേട്ടൻ കംപ്ലീറ്റ് ക്ഷീണത്തിലായിരുന്നു ഗൈസ്. അത് മുഖത്തുണ്ടായിരുന്നു. നമുക്കൊരു പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ വേണ്ട എന്താണെന്നറിയാവോ? ഒരു ഫ്രഷ് മൈൻഡും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം നമുക്ക് ഇനി അങ്ങോട്ട് കിട്ടും പ്രതീക്ഷയുണ്ട്. എന്നാലും നല്ല രസമായിരുന്നു ഗൈസ്. ടിനിച്ചേട്ടനും അയച്ചേട്ടനുമായിട്ട് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ഞാൻ രാത്രി കഴിച്ചില്ല ഗൈസ്, കാരണം കട ഒന്നും കണ്ടില്ല പറഞ്ഞ വഴിക്ക്. പിന്നെ എനിക്ക് എന്തോ വിശന്നുമില്ല. കോഫി കുടിച്ചോണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു 1:30 ആയപ്പോഴത്തേക്കും കിടന്ന്. എന്നിട്ട് ഇതായിപ്പോൾ 6:30 ആയപ്പോൾ എഴുന്നേറ്റിരുന്നിട്ടാണ് ഈ ഔട്ടർ എടുക്കുന്നത്. ഇന്ന് അച്ചു പറഞ്ഞ് വർക്കൗട്ട് വേണ്ട എന്ന് പറഞ്ഞ്, കാരണം ഉറക്കം പ്രോപ്പറായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞ ചേട്ടാ റെസ്റ്റ് എടുക്ക്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് കിടന്ന്. അങ്ങനെ ഇപ്പോൾ 7:15 എഴുന്നേറ്റ്. ഇനിയിപ്പോൾ ആ മഴവിൽ റെഡിയായിട്ട് ഷൂട്ടിന് പോട്ടെ. അപ്പോൾ ഇന്നലെ രാത്രി വിട്ടുപോയി ഗൈസ്. അപ്പോൾ ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും, അടുത്ത വ്ളോഗിൽ സന്ധിപ്പവരേക്കും ബൈ ബൈ.